ഗൈസ്, നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് രാമേശ്വരത്താണ്. അവിടുത്തെ പാമ്പൻ പാലത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാമ്പൻ പാലം എന്ന് പറയുമ്പോൾ തമിഴ്നാട് രാമേശ്വരം എന്ന ഒരു ചെറിയ ഐലൻഡ് കണക്ട് ചെയ്യുന്ന ഒരു പാലമാണ്. നമുക്കപ്പോൾ രാമേശ്വരത്തിലെ കാഴ്ചകളെല്ലാം കാണാം. അങ്ങനെ ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടതിന് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. ഇതായിരുന്നു ഞങ്ങൾ ഹോട്ടൽ മുറി. ഒരു ഫാമിലി സ്യൂട്ട് ഞങ്ങൾ എടുത്ത് വെച്ച് രാമേശ്വരത്ത് തന്നെ ഞങ്ങൾ ഹോട്ടൽ എടുത്ത് വെച്ചത്. ഞങ്ങൾ റൂമിൽ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നേരെ പോയത് ധനുഷ്കോടിക്കാണ്. ധനുഷ്കോടി എത്തേണ്ട സമയം എന്ന് പറയുന്നത് 5 PM ആണ്. 5 PM മുമ്പ് എത്തണം. 5 PM കഴിഞ്ഞെത്തിയാൽ അവിടെ അങ്ങോട്ട് വണ്ടി കടത്തി വിടത്തില്ല. നമുക്ക് ധനുഷ്കോടിക്ക് പോകണ വഴി അപ്പുറത്തും ഇപ്പുറത്തും കടൽ കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ അശ്വസ്തംഭമാണ്. അത് നമുക്ക് അതെല്ലാം കാണാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് നമ്മളെ മനോഹരമായ ഇന്ത്യൻ ഓഷൻ കാണാൻ പറ്റും. 3 ദിക്കിലും കടലാണ്. പിന്നെ ഒരറ്റത്ത് നമുക്ക് ശ്രീലങ്ക വരെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ്റെ മറ്റൊരറ്റമായ ധനുഷ്കോടിയിലത്തെ അശോക സ്തംഭമാണിത്. ഇവിടെ ചെറിയൊരു ബീച്ചും ഉണ്ട്. അവിടെ കുറച്ച് ഭാഗം ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ അടുത്തൊരു മനോഹാരിത എന്ന് പറയുന്നത് കന്യാകുമാരി പോലെ തന്നെ ഇവിടെയും സൺറൈസും സൺസെറ്റും ഒരു പോയിന്റിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് ധനുഷ്കോടിൻ്റെ ഒരു ലോ സിറ്റി കാണാൻ പറ്റും. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സുനാമി അടിച്ചായിരുന്നു. ആ സുനാമിയിൽ കുറേ വീടുകളും അമ്പലങ്ങളും പള്ളികളും നശിച്ചുമായിരുന്നു. അതിൻ്റെ റിമെയിൻസ് ഇവിടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം കാണാം.
ഗൈസ് അങ്ങനെ ഞങ്ങൾ ചെറിയൊരു അമ്പലം കൊണ്ട് കണ്ടു കഴിഞ്ഞ് നേരെ ധനുഷ്കോടിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത ദിവസത്തെ പരിപാടിയാണ്. അടുത്ത ദിവസം ഞങ്ങൾ പോയതാണ് APJ അബ്ദുൽ കലാം മെമ്മോറിയൽ. APJ അബ്ദുൽ കലാം മെമ്മോറിയലിലാണ് അബ്ദുൽ കലാമിനെ അടക്കിയ സ്ഥലം. ഇതിൻ്റെ ഉള്ളിലോട്ട് ക്യാമറ എല്ലാവരും അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ നല്ലൊരു സ്ഥലമായിരുന്നു അത്. മെമ്മോറിയലിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ചെറിയൊരു ബീച്ചിലോട്ടും പോയായിരുന്നു. ഈ ബീച്ച് നല്ല കാമാങ്കോയിട്ട് ബീച്ചായിരുന്നു. അതിന് തിരക്കൊന്നും ഉണ്ടായില്ല. പക്ഷേ നട്ടുച്ചയ്ക്ക് പോയതുകൊണ്ട് നല്ല വെയിലായിരുന്നു. അപ്പോൾ ഇവിടെ വരെ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തിരിച്ചു വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.